അതായത് ഒരു നിശ്ചിത അളവിൽ സാമ്പിളുകൾ ശേഖരിക്കുന്നു, അത് VSSCയിലേക്ക് എത്തുന്നു, പരിശോധിക്കുന്നു. അതിലാണ് നിർണായകമായ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, വലിയ രീതിയിൽ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഉള്ളൊരു സ്ഥിരീകരണം, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SIT കണ്ടെത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴയ സ്വർണ്ണമല്ല എന്നുണ്ടെങ്കിൽ അതെവിടെ, ഏത് തരത്തിലുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത്, രാജ്യാന്തര ബന്ധമാണോ, അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം കോടതി മുന്നിലേക്ക് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കാം. കോടതി ചൂണ്ടിക്കാണിച്ച ഒരുപാട് സംശയങ്ങളുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയേണ്ടി വരില്ലേ ഇനി SIT? SIT വിഷയങ്ങളിലെല്ലാം ഇതിനൊരു ഉത്തരം കണ്ടെത്താനാണ് SITയെ നിയോഗിച്ചത്. ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കിടയിലുണ്ട്. പൂജ ഇപ്പോൾ ചോദിച്ചതുപോലെ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് സംശയങ്ങളാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ എന്നല്ല, LDFിൻ്റെ ഗൃഹസമ്പർക്ക പരിപാടിയൊക്കെ നടക്കുകയാണ്. CPMൻ്റെതായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് LDF തോറ്റു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ചോദിച്ച് വീടുകൾ കയറുമ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ആ സംവിധാനവുമായി ബന്ധപ്പെട്ടുണ്ട്. പഴയ DYFIക്കാരും SFIക്കാരും ഒക്കെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് വീടുകളിലേക്ക് കയറുമ്പോൾ അവർ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ്. എവിടെ അയ്യപ്പൻ്റെ സ്വർണം എവിടെ എന്നുള്ള ചോദ്യത്തിന് അവർ പലയിടങ്ങളിലും മറുപടി പറയേണ്ടി വരുന്നുണ്ട്. അത് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ള കാര്യം CPM തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റാതെ സാധാരണക്കാരായ ഇടതുപക്ഷ പ്രവർത്തകർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് SITയുടെയും അവസ്ഥ. ഈ പറയുന്ന നിർണായകമായ ചോദ്യങ്ങൾക്ക് നിലവിൽ എന്തായാലും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം തുടങ്ങി കുറച്ചു കാലമായി. SITയുടെ പ്രവർത്തനത്തിലൊന്നും ആരും പരാതിയൊന്നും പറയുന്നില്ല എങ്കിൽ കൂടി ഈ കാണാതെ പോയ യഥാർത്ഥ സ്വർണം എവിടെ, അല്ലെങ്കിൽ തൊണ്ടി മുതൽ എവിടെ എന്നൊരു പ്രശ്നമുണ്ട്. ഒരു കളവ് പോകുമ്പോൾ സ്വാഭാവികമായും തൊണ്ടി മുതലായി അത് മാറും. അതെവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. അയ്യപ്പന് മുന്നിൽ കാവൽ നിന്ന ദ്വാരപാലകരുടെ സ്വർണം എവിടെ, അത് പൊതിഞ്ഞിരുന്ന സ്വർണം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. അത് ഇന്ത്യക്ക് അകത്തുണ്ടോ പുറത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉത്തരം പറയാൻ കഴിയുന്നില്ല. അതിനാൽ പല ഘട്ടങ്ങളിലും ഈ പറയുന്ന CBI അന്വേഷണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നത് ഈ പറയുന്ന ഒരു കാരണം കൊണ്ടാണ്. കാരണം അത് രാജ്യത്തിനകത്തുണ്ടോ പുറത്തുണ്ടോ എന്ന് പോലുമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കോടതിക്ക് മുന്നിലേക്ക് നൽകാൻ SITക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പല അറസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ ശബരിമലയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണം കടത്താനുള്ള കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ SITക്ക് കണ്ടെത്താനും പല ആളുകളെയും തന്ത്രിയെ പോലും അറസ്റ്റ് ചെയ്യാൻ ഈ പറയുന്ന SIT സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ നിർണായകമായ കാര്യമാണ്. പക്ഷേ ഇത് എവിടേക്ക് പോയി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നു. ഇത് പുതിയതാണോ പഴയതാണോ? അവിടെ ഇരിക്കുന്ന സ്വർണം പുതിയതാണ് എന്നൊരു കണ്ടെത്തൽ വന്നിട്ടുണ്ട് എങ്കിൽ SITയെ സംബന്ധിച്ചിടത്തോളം പണി കൂടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പൂജ. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അമൽ തേനമ്പറമ്പിൽ ഇപ്പോൾ നൽകിയത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ VSSC റിപ്പോർട്ട് എന്നുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഉറപ്പായിട്ടും പരിശോധനാ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് ശബരിമലയിൽ നടന്നത് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വരും എന്നുള്ളത് ഉറപ്പാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതും. ഏറ്റവും പുതിയതായിട്ട് വരുന്ന വിവരങ്ങൾ എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്. 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പാളികളുടെ ഭാരത്തിലൊക്കെ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ എന്തായിരിക്കും അതിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ്. പഴയ സ്വർണ്ണമല്ല എന്നുണ്ടെങ്കിൽ, കാലപ്പഴക്കം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കേസ് കൂടുതൽ സങ്കീർണമായി മാറുക തന്നെ ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നതും. അതിന്റെ ആദ്യഘട്ട വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടതും. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.